Alhamdulillah. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa nashhadu an la ilaha illallah wahdahu la sharika lahu. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അയാൾ മുസ്ലിം ആകണമെങ്കിൽ അയാൾ ചൊല്ലേണ്ട കലിമത്ത് തൗഹീദിന് രണ്ടു ഭാഗങ്ങളാണുള്ളത്. അത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് ഒന്നാമത്തെ ഭാഗവും, രണ്ട് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്നത് രണ്ടാമത്തെ ഭാഗവുമാണ്. അതിന്റെ അർത്ഥമറിയുന്ന, ആശയമറിയുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് ഒരാൾ, ഒരു മുസ്ലിം പ്രഖ്യാപിക്കുന്നതോടുകൂടി അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടം, സ്നേഹം അള്ളാഹു കഴിഞ്ഞാൽ പ്രവാചകനായി മാറും എന്നത് നമ്മൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാതിരിക്കുക എന്നത് ഒരു മുസ്ലിമായൊരു മനുഷ്യന്റെ ജീവിതത്തിൽ അസംഭവ്യമായ കാര്യമാണ്. ഒരാൾ മുസ്ലിമാകുക, എനിക്ക് പ്രവാചകനെ അത്രയൊന്നും സ്നേഹിക്കാൻ കഴിയില്ല എന്നൊരു മുസ്ലിമായ വ്യക്തി പറയില്ല എന്നതും നമ്മൾക്ക് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. പ്രവാചകനെ സ്നേഹിക്കണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം നമ്മൾ പ്രവാചകനെ സ്നേഹിക്കണം എന്നതുകൂടി നമുക്ക് പറഞ്ഞു തരികയാണ്. ശരിക്ക് ആ ആയത്ത് നമ്മളിങ്ങനെ എടുത്ത് പരിശോധിച്ചാൽ അത്ഭുതപ്പെടുന്ന അത്ര ഗാംഭീര്യത്തിലാണ് അള്ളാഹു ആ ആയത്ത് അവതരിപ്പിച്ചത്. പരിശുദ്ധ ഖുർആന് സൂറത്ത് തൗബയുടെ 24-ാമത്തെ ആയത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 8 കാര്യങ്ങൾ അല്ലാഹ് ഇങ്ങനെ എണ്ണുകയാണ്. ഈ 8 കാര്യങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് നബിനോട് ഇഷ്ടമുണ്ടാകണം എന്നാണ് അള്ളാന്റെ വാക്ക്. അള്ളാഹ് ആയത്ത് തുടങ്ങുന്നത് ഖുൽ, പ്രവാചകരെ പറഞ്ഞു കൊടുക്കണം, ഇൻ കാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും വ അസ്വാജുക്കും വ അശീറത്തുക്കും വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ വ മസാകിൻ തർളൗനഹാ. മാതാപിതാക്കള്, മക്കള്, സഹോദരങ്ങള്, ഇണകള്, കുടുംബക്കാര്, നമ്മളുടെ കച്ചവടം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ താമസ സ്ഥലം, 8 എണ്ണാണ്. ഈ 8 കാര്യങ്ങളെക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ വാക്ക് അഹബ്ബു ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദുൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിനും പ്രവാചകനും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പരിശ്രമത്തെയും നിങ്ങൾ ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണം ഉണ്ടാകുന്നതാണ്. അഥവാ റസൂലുള്ളാഹിനെ നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മളെക്കാൾ അധികമാണ്. അല്ല,
ബാപ്പാനേക്കാളും ഉമ്മാനേക്കാളും നമ്മുടെ സമ്പത്തിനേക്കാളും നമ്മുടെ മക്കളെക്കാളും നമ്മുടെ എല്ലാത്തിനേക്കാളും അള്ളാഹു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മൾക്ക് അറിയുന്നൊരു വാചകല്ലേ, ഇത് കേട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വാഭാവികമായി പറഞ്ഞൊരു വാക്കുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹ്, എനിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ ഒരു സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. നബിയെ, എനിക്ക് എന്റെ ഇഷ്ടങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യം നബിയെ നിങ്ങളോടുള്ള ഇഷ്ടമാണ്. എന്റെ ഇഷ്ടങ്ങളും എന്റെ താല്പര്യങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം നിങ്ങളോടാണ് നബിയെ. പ്രവാചകന്റെ വാക്കെന്താ അറിയോ? ലാ ഉമറേ, ലാ റളിയല്ലാഹു അൻഹു, ഉമറേ ലാ, അല്ല ഉമറേ, അല്ല. വല്ലദീ നഫ്സി ബിയദിഹി, പടച്ചോനാണ് സത്യം. ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്, നിന്നെക്കാളധികം നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടാകണം. ലോകത്ത് നിനക്ക് വ്യക്തികളോടുള്ള ഇഷ്ടങ്ങളിൽ ഏറ്റവും വലിയ ഇഷ്ടം നിന്നെക്കാളധികം നിനക്ക് മുഹമ്മദ് നബിയായ റസൂലുള്ളാഹിയായ എന്നോട് ഇഷ്ടമുണ്ടാകണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് എന്നെക്കാളധികം നിങ്ങളോടാണ് ഇഷ്ടം, ഞാൻ ഇതാ പ്രഖ്യാപിക്കാൻ. നബിന്റെ വാക്കെന്താ അറിയോ? അൽ ആൻ, എങ്കിൽ ഉമറേ, നീ ഇപ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയായത്. എന്നിട്ട് നമ്മളോടൊക്കെയായി പ്രവാചകന്റെ വാക്കാണ്, ലാ യുഅ്മിനു അഹദുക്കും, ഒരാളുടെ ഈമാനും പൂർണ്ണമാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലോകത്ത് മുഴുവൻ മനുഷ്യരെക്കാൾ, മാതാപിതാക്കൾ, മക്കൾ, കുടുംബങ്ങൾ, മുഴുവൻ മനുഷ്യരെക്കാൾ കൂടുതൽ പ്രവാചകനെ സ്നേഹിക്കാത്തിടത്തോളം കാലം ഒരാളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. സഹോദരങ്ങളെ, ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്നത് ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നതും ചെറുപ്പം മുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതും പരമാവധി അത് കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിക്കുന്നവരുമാണ് നമ്മൾ. ഇവിടെ ഒരു ലളിതമായൊരു കാര്യം നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരാണ്? നമ്മളാണോ? നമ്മൾ നമ്മളെ മനസ്സാക്ഷിയോട് ചോദിക്കുക, ആണോ? അല്ലല്ലോ. നമ്മളെ വാപ്പാരാണോ? അല്ല. നമ്മളെ വല്യാപ്പാരാണോ? അല്ല. പിന്നെ ആരാണ്? സംശയമില്ലാതെ എല്ലാവരും പറയും അത് പ്രവാചകന്റെ കൂടെയുള്ള സഹാബാക്കളാണ്. ഖുർആൻ ആ വാചകം പറയുന്നത് എങ്ങനെയാണെന്ന് അറിയുങ്ങളെ? മുഹമ്മദുൻ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി വറുഹമാഉ ബൈനഹും. ജനിച്ച ഒരു കുട്ടിയോട് ഒരു ഉമ്മാക്കുണ്ടാകുന്ന ഒരു അതിർപ്പമുണ്ടല്ലോ, ഒരു കാരുണ്യമുണ്ടല്ലോ, ഒരു അനുകമ്പയുണ്ടല്ലോ, തന്നെക്കാളധികം സ്നേഹിക്കുന്ന ഒരു അലിവും ആർദ്രതയും ഉണ്ടല്ലോ. ആ ആർദ്രതയും അലിവുമാണ് സഹാബാക്കൾക്ക് പരസ്പരവും അതിനേക്കാൾ കൂടുതൽ പ്രവാചകനും അവരോടുണ്ടായിരുന്നത്. അവർക്ക് പ്രവാചകനോടും ഉണ്ടായിരുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാചകനെ സ്നേഹിച്ചത് സഹാബാക്കളാണ്. നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുൻപ് ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹുദൈബിയ സന്ധിയുടെ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും പരസ്പരം പെരുമാറുന്നത്, സംസാരിക്കുന്നത്, ആദരിക്കുന്നത്, സ്നേഹിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വല്ലാഹി, പടച്ചോനാണ് സത്യം, ലഖദ് വഫഫ്തു അലൽ മുലൂക്ക്, ഞാൻ എത്രയോ രാജാക്കന്മാരെ കണ്ടിട്ടുണ്ട്, വകിസർ വകൈസർ വനജാശി, നജാശി ഭരണാധികാരിയെ, കിസ്റ കൈസർ കോട്ടകളിലെ ഭരണാധികാരികളെ ഞാൻ സന്ദർശിച്ചിട്ട് ഒരുപാട് നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, ആലിമീങ്ങളെ, രാജാക്കന്മാരെ, ഭരണാധികാരികളെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ റഅയ്തു മലക്കൻ ഖത്തു യുഅല്ലിമുഹു അസ്ഹാബി മാ യുഅല്ലിമു അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ, ആദരിക്കുന്നത് പോലെ, ഇഷ്ടപ്പെടുന്നത് പോലെ, ബഹുമാനിക്കുന്നത് പോലെ ലോകത്തൊരൊറ്റ അനുയായിയും തന്റെ നേതാക്കന്മാരെ ആദരിച്ചിട്ടില്ല, സ്നേഹിച്ചിട്ടില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം സഹാബാക്കൾ വാചികമായി സംസാരത്തിലൂടെ നബിനെ സ്നേഹിക്കുക മാത്രമല്ല ചെയ്ത്, പ്രസംഗത്തിലൂടെ നബിനെ സ്നേഹിക്കല്ല മാത്രം ചെയ്ത്, എനിക്കിന്റെ നബിയാ വലുത് എന്ന് മാത്രം പറയല്ല ചെയ്ത്, ജീവിതത്തിൽ അവർ തെളിയിച്ചു, ഞങ്ങൾക്ക് ഞങ്ങളെക്കാളപ്പുറം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഉഹുദിന്റെ രംഗം നമുക്ക് വിശദീകരിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, എത്ര സംഭവങ്ങളാണെന്നറിയോ? ഇസ്ലാമിക ചരിത്രത്തിൽ ത്വൽഹത്ത് ബിൻ ഉബൈദയ
ഉബൈദിയ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയാതെ ഇസ്ലാമിൽ ഉഹദിന്റെ ചരിത്രം പൂർണ്ണാകൂല. ഉഹദിന്റെ 2 ഘട്ടമുണ്ട്. ആദ്യം വിശ്വാസികൾ വിജയിച്ചു. അപ്പോഴാണ് അമ്പെയ്ത്തുകാർ താഴേക്ക് ഇറങ്ങി വന്നത്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അന്ന് വിശ്വാസിയല്ല, നേതൃത്വത്തിൽ മലമുകളിൽ നിന്ന് അമ്പെയ്തു. ആ അമ്പെയ്ത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന കിംവദന്തി പ്രചരിച്ചു. മുസ്ലിമീങ്ങൾ ഛിന്ന ഭിന്നമായി, തോറ്റോടി പലരും, നബിയെ കാണാനില്ല. ആ സമയത്താണ് ത്വൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ചേർന്ന് നിന്നത്. കാരണം പ്രവാചകനെ മാത്രം അവർ ഒറ്റപ്പെടുത്തി അമ്പെയ്യുകയാണ്, ഒറ്റപ്പെടുത്തി അവർ വെട്ടുകയാണ്, ഒറ്റപ്പെടുത്തി അവർ കുന്തം കൊണ്ട് കുത്തുകയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞ, പ്രവാചകരെ എന്റെ ഷോൾഡറിന് ചേർന്ന് നിൽക്കണം, എന്റെ ഷോൾഡറിന് ചേർന്ന് നിൽക്കണം. താങ്കൾക്ക് വരുന്ന ഒരു വെട്ടും എന്നെ കഴിഞ്ഞിട്ടല്ലാതെ താങ്കളുടെ ശരീരത്തിൽ സ്പർശിക്കൂല. താങ്കളുടെ നേരെ വരുന്ന ഏതൊക്കെ അമ്പുകളുണ്ടോ എന്റെ പരിചകൾ കൊണ്ട് തകർത്തിട്ടാണെങ്കിൽ എന്നെ കഴിഞ്ഞിട്ട്, പരിച കഴിഞ്ഞ് എന്നെ കഴിഞ്ഞിട്ട് താങ്കളുടെ ദേഹത്ത് തൊടുള്ളൂ. സഹോദരങ്ങളെ, വരുന്ന ഓരോ അമ്പുകൾക്ക് നേരെയും ത്വൽഹ റളിയല്ലാഹു അൻഹു പരിച കാണിക്കും. ഏതാനും സമയങ്ങൾ കൊണ്ട് പരിച തകർന്നു. പിന്നീട് സ്വന്തം ശരീരം, സ്വന്തം കൈകാലുകൾ, സ്വന്തം ശരീരത്തിന്റെ മുൻഭാഗങ്ങൾ, പിൻഭാഗങ്ങൾ ത്വൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകനെ കവചമായി ചേർന്നു. അതിനിടയിൽ അദ്ദേഹം ഒരു ഗുഹ കണ്ടു. പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ ആ ഗുഹയിലേക്ക് കയറി നിൽക്കണം. പ്രവാചകന് കഴിയുന്നില്ല, മുറിവേറ്റിട്ടാൻ. ത്വൽഹ റളിയല്ലാഹു അൻഹു രക്തമൊലിക്കുന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുന്നിൽ കുനിഞ്ഞു നിന്നു. പ്രവാചകരെ എന്റെ പുറഞ്ചവിട്ടി ആ ഗുഹയ്ക്കകത്തേക്ക് കയറണം, ആ മാളത്തിനകത്തേക്ക് കയറണം. പ്രവാചകൻ സമ്മതിച്ചില്ല. ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹ് താങ്കൾ മരിക്കും, താങ്കൾ മരിക്കുന്നൊരവസ്ഥ എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. നിങ്ങൾ എന്റെ രക്തം നോക്കണ്ട, എന്റെ കൈ നോക്കണ്ട, എന്റെ കണ്ണ് നോക്കണ്ട, എന്റെ പുറകിൽ ചവിട്ടണം, എന്നിട്ട് അവിടെ കയറി ഒളിക്കണം. സഹോദരങ്ങളെ, ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഷാഢ്യത്തിന്റെ മുന്നിൽ, സ്നേഹത്തിന്റെ ഷാഢ്യത്തിന്റെ മുന്നിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു ചവിട്ടി അവിടേക്ക് മാറി നിന്നു. വീണ്ടും അദ്ദേഹം കൂടെ നിന്നു. എത്രയോ വെട്ടുകൾ. അവസാനമായി യുദ്ധം കഴിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തെരഞ്ഞു വന്നപ്പം 70-ലധികം ശരീരത്തിൽ മുറിവുകളുമായി മരിക്കാതെ രക്തം വാർന്നൊലിച്ച് കിടക്കുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അന്നു മുതൽ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കൈ വെട്ടുകൊണ്ടിട്ട് രക്തം പുറത്തേക്ക് വന്ന് ഞരമ്പറ്റ് അന്നു മുതൽ ചലിക്കുമായിരുന്നില്ല. ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ട് പ്രവാചകൻ പറഞ്ഞൊരു വാചകം, യുവാക്കളെ, നമ്മുടെ ഒരു നല്ല ആയുസ് എങ്ങനെ ചെലവഴിക്കണം എന്നതിന് പ്രവാചകൻ പറഞ്ഞ ആ വാക്ക് നമ്മൾക്ക് ആവേശം പകരുന്നതാണ്. പ്രവാചകന്റെ വാക്ക് എന്താ അറിയോ? മൻ അറാദ അൻ യൻദുറ ഇലാ ഷഹീദിൻ യംശി അലാ റിജ്ലൈ. 2 കാലുകളിൽ ഭൂമിയിലൂടെ നടക്കുന്ന ഒരു ഷഹീദിനെ നിങ്ങൾക്ക് കാണണമോ? ഷഹീദ് എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായവനാണ്. എന്നാൽ രക്തസാക്ഷിയാകാത്തൊരു ഷഹീദുണ്ട്, 2 കാലുകളിൽ നടക്കുന്ന ഒരു ഷഹീദുണ്ട്, പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ഒരു ഷഹീദുണ്ട്. അതാരാണ് നിങ്ങൾക്കറിയുമോ? ഫൽയൻദുർ ഇലാ ത്വൽഹ. എങ്കിൽ നിങ്ങൾ ത്വൽഹയിലേക്ക് നോക്കൂ. അദ്ദേഹം എനിക്ക് വേണ്ടി കൈ പടച്ചവന്റെ മാർഗത്തിൽ ദാനം ചെയ്ത ആളാണ്. അള്ളാഹു അദ്ദേഹത്തിന് ഷഹീദ് എന്ന് വിളിച്ചിട്ടുണ്ട് എന്നെനിക്ക് വഹി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞില്ല സഹോദരങ്ങളെ, പ്രവാചകന്റെ പടച്ചട്ട യുദ്ധത്തിന്റെ സമയത്ത് അതിന്റെ ഒരു ഭാഗം 2 ആണികൾ പ്രവാചകന്റെ മുഖത്തേക്ക് കയറി. വേദന കൊണ്ട് പ്രവാചകൻ വിങ്ങിപ്പൊട്ടി പുളഞ്ഞു. പ്രവാചകന് സംസാരിക്കാൻ പോലും കഴിയാതെ 2 ഭാഗത്തും 2 ആണികൾ വന്ന് കയറി. പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിച്ചാൽ മരണപ്പെടാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ട് അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു ചെന്നു. ആ ആണി എടുക്കണം, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ശക്തമാണ്. കൈകൾ കൊണ്ട് വലിച്ചൂരിയെടുത്താൽ പ്രവാചകന് വേദന അധികമാകും. പ്രവാചകന്റെ ഭാഗത്തേക്ക് കടത്തേണ്ടി വരും. ഒരു ഭാഗം ഒരു കൈകൾ കൊണ്ട് മുഖം ആഞ്ഞു പിടിക്കേണ്ടി വരും. പ്രവാചകന് വേദന കൊണ്ട് വീണ്ടും ശക്തമായ വേദനയുണ്ടാവും, രക്തസ്രാവം ഉണ്ടാകും. അദ്ദേഹം അതിന് കണ്ടെത്തിയ വഴി എന്താ സുഹൃത്തുക്കളെ? അദ്ദേഹത്തിന്റെ 2 പല്ലുകൾ ഉപയോഗിച്ച് ആണിയുടെ തലപ്പ് ഭാഗം അദ്ദേഹം പല്ലുകൾ കൊണ്ട് വലിച്ചെടുത്തു. ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടു. എന്ത് പരാജയപ്പെട്ടറിയോ? ആണി വന്നില്ല, പക്ഷെ 1ാമത്തെ പല്ല് പോയി. 2ാമത് വീണ്ടും ശ്രമിച്ചു. അദ്ദേഹം 2 ആണിയും പുറത്തേക്കെടുത്തപ്പോഴേക്കും മുൻനിരയിലെ 3 പല്ലുകൾ അദ്ദേഹത്തിന്റേത് പോയി. അദ്ദേഹം പിന്നീട് പള്ളികളിലേക്ക് വന്നപ്പോൾ വരുന്നത് കണ്ടപ്പോ സഹാബാക്കൾ അദ്ദേഹത്തെ നോക്കി പറയുമ്പോ അദ്ദേഹം പറയുമായിരുന്നു, എന്റെ ഈ 3 പല്ലുകളുണ്ടല്ലോ, എന്റെ നബിക്ക് വേണ്ടി ഞാൻ ദാനധർമ്മം ചെയ്തതാണ്. ഞാൻ അല്ലാഹുവിനോട് ആ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലെത്താൻ വേണ്ടി പ്രാർത്ഥിച്ചതാണ്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും സ്നേഹിക്കുന്നത് പോലെയല്ല സഹാബാക്കൾ നബിനെ സ്നേഹിച്ചത്.
ജീവൻ കൊടുത്തു സ്നേഹിച്ചു, കുടുംബം കൊടുത്ത് സ്നേഹിച്ചു, സ്വതക്ക കൊടുത്ത് സ്നേഹിച്ചു, എല്ലാം പ്രവാചകൻ അവർ കൊടുത്ത്, പടച്ചവൻ കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ സ്നേഹം ഞങ്ങൾക്ക് നബിയോടാണ് എന്നവർ ജീവിതം കൊണ്ട് തെളിയിച്ചു. അവിടെ സങ്കടം തന്നെയറിയോ? നബിക്ക് എന്തെങ്കിലും പറ്റുന്നത് അവർക്ക് സങ്കടമായിരുന്നു. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ, തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ മരക്കുരിശുണ്ടാക്കി അടിച്ചില്ലേ? അടിച്ചു, മരത്തിൽ അങ്ങനെ കുരിശുണ്ടാക്കി കൊണ്ടുപോയി ഇങ്ങനെ വെച്ചു, ക്രൂശിൽ തറക്കാൻ വേണ്ടി കൊണ്ടുപോയി വെച്ചു. ശരീരത്തിന്റെ കാലുകളിൽ ആണി വെച്ച് ആഞ്ഞടിച്ചു. നമ്മൾ ഈ കേൾക്കണ പോലെയല്ല, കൈകളുടെ ഒരു ഭാഗത്ത് ഒരു ബ്ലേഡ് കൊണ്ട് ഒരാൾ ആഞ്ഞു മുറിച്ചാൽ 10 ദിവസം ആ ഭാഗം തൊടാൻ കഴിയില്ല, അത്രമാത്രം വേദന നമുക്ക്. സ്വന്തം ശരീരത്തിന്റെ എല്ലിലൂടെ മരത്തിലേക്ക് ആണി അടിച്ചു കയറ്റുക എന്ന് പറഞ്ഞാൽ സഹാബാക്കളെ ബോധം പോകും. മരത്തിലേക്ക് ആണി അടിച്ചു കയറ്റി ഒന്നാമത്തെ ആണി അടിക്കുമ്പം ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഖുബൈബേ, വേദനിക്കുമ്പം, രക്തമൊലിക്കുമ്പം, പെടയുമ്പം നിന്റെ മനസ്സിൽ പടച്ചോനെ മുഹമ്മദിൽ വിശ്വസിച്ചത് കൊണ്ടാണല്ലോ ഇത് സഹിക്കേണ്ടി വന്ന്, ഇതേപോലത്തെ ഒരു അനുഭവം മുഹമ്മദ് നബിക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിന്റെ മനസ്സിന്റെ എവിടെയെങ്കിലും ഒന്ന് ആഗ്രഹിക്കണില്ലേ? അതിന് ഖുബൈബ് റളിയല്ലാഹു അൻഹു ഒരു പാട്ട് പാടുകയാണ്. ആ പാട്ടിന്റെ അവസാനത്തെ പറഞ്ഞ വാക്കെന്തറിയോ? ഇന്നി ലാ ഉഹിബ്ബു ഹത്താ ശൗകത് മിൻ ഖദബി നബി. നിങ്ങൾ എന്താ പറയണത്? ഇന്റെ നബിനെ പോലെ കുരിശ് തറക്കണമെന്ന് ഞാൻ വേദനിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ പ്രവാചകന്റെ കാലിൽ ഒരു ചെറിയ മുള്ളു തറക്കുന്നത് പോലും എനിക്കിഷ്ടല്ല. നിങ്ങൾ എന്റെ കൈ വെട്ടിക്കോളൂ, നിങ്ങൾ എന്റെ കണ്ഠം ഛേദിച്ചോളൂ, നിങ്ങൾ എന്റെ കൈകാലുകൾ മുറിച്ച് ഭൂമിയിലിട്ട് കുഴിച്ചിട്ടോളൂ. നബിനെ തൊടുക വേണ്ട. പ്രവാചകന് വേദന ഉണ്ടാകാൻ ആലോചിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. സഹോദരങ്ങളെ, വീണ്ടും വീണ്ടും പറയാൻ എന്തുകൊണ്ടാണ് സഹാബാക്കൾ അല്ലാഹു റളിയല്ലാഹു അൻഹും വറളു അൻ, ഞാൻ അവരെ തൃപ്തിപ്പെട്ടു എന്ന് പറയാൻ കാരണം എന്താണ്? സുഹൃത്തുക്കളെ, ജീവനേക്കാളധികം പ്രവാചകന് സങ്കടം വരുന്നത് പോലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, അത്രമാത്രം സ്നേഹിച്ചു. നമ്മളൊരു തവണ പറഞ്ഞതാണ്, അൻസാരിയായ സഹാബി വനിത യുദ്ധം കഴിഞ്ഞു വരുന്നപ്പോ ആ അൻസാരിയായ സഹാബി വനിതയുടെ ഭർത്താവ്, ബാപ്പ, ആങ്ങള, മകൻ, ഒരു കുടുംബത്തിലെ 4 പേര് രക്തം മരിച്ചു, ഷഹീദായി. സഹാബാക്കൾക്ക് ബേജാറായി. കാരണം ഒരു സഹോദരി, ആ സഹോദരിന്റെ ഭർത്താവ് മരിച്ചു, യുദ്ധത്തിൽ ഷഹീദാകാൻ. ബാപ്പ മരണപ്പെട്ടു, കുട്ടി മരണപ്പെട്ടു, ആങ്ങളി മരണപ്പെട്ടു. എങ്ങനെ ആ സഹോദരിയോട് പറയും? മനുഷ്യനല്ലേ, സഹോദരിയല്ലേ, എങ്ങനെ പറയും? സഹോദരിയോട് യുദ്ധം കഴിഞ്ഞ് സഹാബാക്കൾ വന്നപ്പോ കാത്തു നിൽക്കാൻ സലാം പറഞ്ഞു. നോക്കൂ, ഒരു സങ്കടമുണ്ട്. എന്താണ്? വാപ്പ മരിച്ചിട്ടുണ്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രവാചകൻ വല്ലതും പറ്റിയോ? നിങ്ങളുടെ ഭർത്താവ് മരിച്ചിട്ടുണ്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രവാചകന് വല്ലതും പറ്റിയോ? നിങ്ങളുടെ ആങ്ങളെയും നിങ്ങളുടെ കുട്ടിയും മരിച്ചിട്ടുണ്ട്. കണ്ണുകൾ തുടച്ചു, ഗദ്ഗതത്തോടെ ഇന്നാ ലില്ലാഹി ചൊല്ലിയിട്ട് അടുത്ത് ചോദിച്ചു, പ്രവാചകന് വല്ലതും പറ്റിയോ? ഇല്ല, പ്രവാചകൻ പിന്നിൽ വരുന്നുണ്ട്. പടച്ചവനോട് ആ 4 പേർക്കും സ്വർഗം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നബിനെ മുന്നിൽ കണ്ടപ്പോ പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, 4 പേരും എന്നെ വിട്ടുപോയി, എനിക്ക് സങ്കടമുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പക്ഷേ കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ യാ റസൂലുള്ളാഹ്, എന്റെ കുടുംബത്തിലെ 4 പേരും മരിച്ചു എന്നൊരു സങ്കടം ഉണ്ടല്ലോ, ആ സങ്കടത്തെക്കാൾ എനിക്ക് വലുത് പ്രവാചകരെ താങ്കളെങ്ങാനും മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന സങ്കടാണ്. അതിന്റെ മുകളിൽ എനിക്കൊരു സങ്കടമല്ല. സഹോദരങ്ങളെ, പറയണം എന്താ അറിയോ? സഹാബാക്കൾ നബിനെ സ്നേഹിച്ചതിന്റെ 1000-1 പോലും നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ആ സഹാബാക്കൾ എന്താണ് നബിനെ സ്നേഹിച്ചറിയോ? ജീവിതത്തിൽ പ്രവാചകന്റെ കൂടെ സ്വർഗത്ത് പോകാൻ നബിന്റെ അടുക്കലേക്ക് അവർ വരും. പ്രവാചകരെ, ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ സ്വർഗത്ത് പോരണം. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, താങ്കളൊപ്പം സ്വർഗത്ത് പോകണം. ലിൽ ജന്നതി 100 ദറജാത്ത്, സ്വർഗത്തിൽ 100 കണക്കിന് തട്ടുണ്ട്. നബിയെ, സ്വർഗത്തിൽ നിന്നും താങ്കളും ഞങ്ങളും ഒന്നിച്ചുണ്ടാകണം. നിങ്ങളുടെ കൂടെ സ്വർഗത്തിലേക്ക് എത്താൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പ്രവാചകൻ പറഞ്ഞു കൊടുക്കും, ഇന്നാലിന്ന അമലുകൾ സുജൂദ് വർദ്ധിപ്പിക്കണം. അന്ന് മുതൽ അവർ നിസ്കാരം മുടക്കൂല. നിങ്ങൾ സുന്നത്ത് നോമ്പുകൾ എടുത്തോളൂ, സുന്നത്ത് നോമ്പുകൾ അവർ ദീർഘിപ്പിക്കും. ദുആകൾ, ഖുർആൻ പാരായണം, അദ്കാറുകൾ, അതോടൊപ്പം ഹറാമുകൾ ഇങ്ങ് മാറി നിൽക്കൂ. അവർ വ്യഭിചാരം നിർത്തി, കള്ളുകുടി നിർത്തി, സാമ്പത്തിക ചൂഷണം നിർത്തി, ബന്ധങ്ങൾ പുതുക്കി. എല്ലാ നിലയിലും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിലേക്ക് എത്താനുള്ള മുഴുവൻ നന്മകളും അവർ ജീവിതത്തിൽ പുലർത്തി.
എന്തൊക്കെ തിന്മകളുണ്ടോ അത് മുഴുവൻ അവരുടെ ജീവിതത്തിൽ അവരോട് ഒഴിവായി. അവരല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞ, പ്രവാചകരെ, ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ സ്വർഗത്തിലേക്ക് എത്താൻ എന്താ ചെയ്യേണ്ടത്? സാരിഉ ബാദിറു, നന്മകളിൽ മുന്നേറിക്കോളൂ, സൽക്കർമ്മങ്ങൾ ചെയ്തോളൂ, പുണ്യങ്ങളിൽ നിങ്ങൾ മത്സരിച്ചോളൂ. അങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് മുഹറം മാസം വന്നു. മുഹറം 9-10 ദിവസങ്ങൾ അവർ നോമ്പനുഷ്ഠിച്ചു, പുണ്യങ്ങളിൽ മുന്നേറി പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലേക്ക് എത്താൻ. അവരുടെ ജീവിതത്തിലേക്ക് ദുൽഹിജ്ജ മാസം വന്നു. 1 മുതൽ 10 വരെ അവർ ആരാധനകൾ കൊണ്ട് സജീവമാക്കി പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലേക്ക് എത്താൻ. അവരുടെ ജീവിതത്തിലേക്ക് റമദാൻ മാസം വന്നു. റമദാനിൽ നോമ്പിലൂടെ, ദിക്റുകളിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ, തറാവീഹിലൂടെ, സ്വതക്കയിലൂടെ അവർ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലേക്ക് എത്താൻ മുന്നേറി. അവസാനത്തെ 10 പ്രത്യേക പുണ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എഴുത്തിക്കാവ് പ്രതീക്ഷിച്ച് അവർ നിന്നു. അവരുടെ ജീവിതത്തിലേക്ക് 2 പെരുന്നാളുകൾ വന്നു. ആ പെരുന്നാളിന് സ്വീകരിക്കാവുന്ന മുഴുവൻ പുണ്യങ്ങളും സ്വീകരിച്ച് അവർ പെരുന്നാളിന് വേണ്ടി തയ്യാറായി പുണ്യങ്ങൾ നേടി. അവരുടെ ജീവിതത്തിലേക്ക് ജുമഅ വന്നു. അവർ ജുമഅക്ക് നേരത്തെ വന്നു, ഖുർആൻ പാരായണം ചെയ്തു, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചെയ്തു. ജീവിതത്തിൽ ആ ജുമഅ കൊണ്ട് നേടാവുന്ന മുഴുവൻ പുണ്യങ്ങളും അവിടെ നേടി. അവരുടെ ജീവിതത്തിലേക്ക് റബീഉൽ അവ്വൽ വന്നു. അന്നത്തെ ദിവസം, അന്നത്തെ തീയതിയിൽ അവരവരുടെ പള്ളി അലങ്കരിച്ചില്ല, വീട് അവർ പ്രത്യേകമായി ബൈത്തുകൾ ചൊല്ലിയില്ല, കുടുംബത്തെ കൂട്ടി ഭക്ഷണം ഉണ്ടാക്കിയില്ല, നാട്ടുകാരെ കൂട്ടി പ്രവാചകന്റെ പ്രകീർത്തനം ചൊല്ലിയില്ല. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ? നമ്മുടെ ഹൃദയത്തോടാണ് ചോദിക്കേണ്ടത്. എന്തുകൊണ്ട്? മുഹറമിൽ മുഴുവൻ പുണ്യങ്ങളും സ്വീകരിച്ചവർ, ദുൽഹജ്ജിൽ മുഴുവൻ പുണ്യങ്ങളും സ്വീകരിച്ചവർ, ഉംറക്ക് പോയവർ, ഹജ്ജിന് പോയവർ, സ്വലാത്ത് ചൊല്ലിയവർ, ജുമഅക്ക് നേരത്തെ വന്നവർ, ഒട്ടകത്തറുത്ത കൂലി വാങ്ങിയവർ, ജീവിതത്തിലെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോറ്റ് പ്രവാചകന്റെ കൂടെ ചേരണമെന്ന് ആഗ്രഹിച്ചവർ, അറബി മാസത്തെ 13, 14, 15 തീയതികളിലെ നോമ്പ് നോറ്റ് പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിച്ചവർ, അവസാനം ലോകത്തെ ഏറ്റവും കൂടുതൽ നന്മകൾ ചെയ്ത് പടച്ചവനിലേക്ക് ഏറ്റവും കൂടുതൽ മുന്നേറിയവരാണ് അവർ എന്ന് അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുത്ത അവരുടെ ജീവിതത്തിലേക്ക് ഇതേ ഒരു റബീഉൽ അവ്വൽ വന്നപ്പോ അവർ പള്ളി അലങ്കരിച്ചില്ല, അവർ കുടുംബക്കാരെ കൂട്ടിയിരുത്തിയില്ല, അവർ പ്രത്യേകമായ ഭക്ഷണം ഉണ്ടാക്കിയില്ല, ദഫ് മുട്ടിയില്ല, തോരണങ്ങൾ ചേർത്തില്ല. എന്തുകൊണ്ട്? ഹൃദയത്തിനോട് ചോദിക്കുക, എന്തുകൊണ്ട്? എന്തേ കാരണം? അവർ ജുമഅയെയും മുഹറമിനെയും ദുൽഹിജ്ജയെയും സുന്നത്ത് നോമ്പുകളെയും ദുഹാനുസ്കാരത്തെയും ഖുർആൻ പാരായണത്തെയും അദ്കാറുകളെയും മൊത്തം അവർ ചെയ്തത് എന്തുകൊണ്ടറിയോ? പ്രവാചകൻ അവരോട് പറഞ്ഞു, മാ ബഖിയ ശൈഉൻ യുഖർരിബു മിനൽ ജന്ന വയുബാഇദു മിനൻ നാർ ഇല്ലാ വഖദ് യുബയ്യിനു ലക്കും. സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന ഒരു പുണ്യവും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാതെ പോയിട്ടില്ല. നരകത്തിൽ നകറ്റുന്ന ഒരു തെറ്റും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ പോയിട്ടില്ല. ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾ ചെയ്തോളൂ, സ്വർഗം കിട്ടും. അവർ ആരാധനകൾ സജീവമാക്കി, അവർ പള്ളിയുമായി ബന്ധം സജീവമാക്കി, ഉംറയും ദിക്റുകളും സജീവമാക്കി. ആ പഠിപ്പിച്ച പുണ്യത്തിൽ റബീഉൽ അവ്വലിൽ പ്രവാചകന്റെ ഒരു ജന്മദിനം ആഘോഷിക്കുന്നത് അല്ലാഹുവോ പ്രവാചകനോ പഠിപ്പിച്ചതായി അവർക്കറിയില്ല, അവർ ചെയ്തില്ല. സഹോദരങ്ങളെ, സഹാബാക്കൾക്ക് നബിനെ സ്നേഹമല്ല, അതുകൊണ്ടാണ് അവർ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാത്തത് എന്ന് മുസ്ലിമായി പ്രസവിച്ച ഒരു കുട്ടി തൊട്ടിൽ എന്ന് പറയോ? തൊട്ടിൽ നിന്ന് പ്രവാചകൻ മരിച്ചത് ഉൾക്കൊള്ളാൻ കഴിയാതെ ബോധം കെട്ട് വീണ ലോകത്തിന്റെ ശക്തനായ നേതാവ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പറയേ പ്രവാചകൻ മരിച്ച അന്ന് മദീന മുഴുവൻ ഇരുട്ട് പോലെ ഞങ്ങൾക്ക് തോന്നി, കണ്ണുകൾ കാണുന്നില്ല എന്ന് പറഞ്ഞ സഹാബാക്കൾക്ക് നബിനോട് സ്നേഹമില്ല എന്ന് നമ്മൾ പറയേ? പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയപ്പോ നാടും വീടും കുടുംബവും വിട്ട് ഗർഭിണികളായ പാല് കൊടുക്കുന്ന കുട്ടികളെയും കൊണ്ട് പകുതി എത്തിയപ്പോഴേക്കും മുലപ്പാല് പറ്റിയിട്ട് പോലും ഹിജറ പൂർത്തിയാക്കിയ സഹാബി വനിതകൾക്ക് പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പറയേ? ഖന്തക്കിൽ പ്രവാചകന്റെ കൂടെ കിടങ്ങു കുഴിച്ച കല്ല് വെച്ച് കെട്ടി കിടങ്ങു കുഴിച്ച സഹാബാക്കൾക്ക് പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പറയേ? നഊദു ബില്ലാഹ്. അവരാരും റബീഉൽ അവ്വൽ ഇതേ ദിവസം ഇതേ സമയത്ത് പള്ളികൾ അലങ്കരിക്കാനോ കുട്ടികളെ ദഫ്മുട്ടിക്കാനോ അന്ന് പ്രത്യേക ഭക്ഷണം കൊടുക്കാനോ അദ്കാറുകൾ ചെല്ലാനോ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നറിയ സങ്ങളെ? ദീനായിട്ട് നബി പഠിപ്പിച്ചതിൽ ജുമഅയുണ്ട്, പെരുന്നാളുണ്ട്, ഈദ്ഗാഹുണ്ട്, തറാവീഹുണ്ട്, ലൈലത്തുൽ ഖദറുണ്ട്, സുന്നത്ത് നിസ്കാരമുണ്ട്, റമദാനിൽ പാരായണുണ്ട്, ഖുത്ബുണ്ട്. പക്ഷേ പ്രവാചകന്റെ ജന്മദിനം ദീനായി പഠിപ്പിച്ചതിൽ അല്ലാഹും റസൂലും പഠിപ്പിച്ചില്ല, അതുകൊണ്ട് അവർ ചെയ്തില്ല. നമ്മുടെ മാനദണ്ഡം എന്താ? ഖുർആനല്ലേ?
നമ്മുടെ മാനദണ്ഡം കൂടാല്ലേ. ഖുർആനിൽ 114 അധ്യായം, 114 6000 ചില ആയത്തുല്ലേ. ഈ 114 അധ്യായങ്ങളിൽ 6000 ചില്ലാനം ആയത്തുകളിൽ ഒരൊറ്റ സ്ഥലത്ത് പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമുണ്ടെങ്കിൽ സഹാബാക്കൾ ചെയ്യൂലേ? ഞാൻ എന്തിനാ യുവാക്കൾ കൂടി എന്നാണ് പറഞ്ഞറിയോ? സോഷ്യൽ മീഡിയയിൽ എന്തുണ്ടാവോ? നബിദിനത്തിൽ ഈ ആയത്ത് തെളിവ്, ഇതാ അള്ളാഹുവിന്റെ അനുഗ്രഹമായി പടച്ചവരിതാ കാരുണ്യത്തിന്റെ പ്രവാചകനെ ഇറക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കൂ. ആ സന്തോഷമാണ് ശരി. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തത് ആർക്കാണ്? സഹാബാക്കൾക്ക്. ആരാ ഓതിയത്? നബിയാണ്. ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ മുഫസ്സിർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബാക്കളുടെ കൂട്ടത്തിലാണ്. അവർക്ക് മനസ്സിലായോ ഈ ആയത്തിന്റെ അർത്ഥം നബിദിനം ആഘോഷിക്കാനാണ്? ഇല്ല. എന്തേ കാരണം? ഖുർആനിൽ എവിടെയും അവർ ആയത്തോതിയപ്പം അവർക്ക് അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 13 കൊല്ലം നബി മക്കത്ത് ജീവിച്ചത്, 10 കൊല്ലം മദീനത്ത് ജീവിച്ചത്. ഈ 23 കൊല്ലത്തിൽ 10 കൊല്ലം മദീനത്ത് ജീവിച്ചതെങ്കിലും കൂട്ടിയിട്ട് ആ ദിവസത്തിൽ ഏതെങ്കിലും 10 കൊല്ലത്തിന്റെ കൊരട്ട തവണ റബീഉൽ അവ്വൽ 12 വരുമ്പോ മസ്ജിദ് നബവി, എടാ എല്ലാവരും വിളിച്ചൂട്ടി, ഇന്ന് ഞാൻ ജൻസീസാണ്, നമുക്കെല്ലാവർക്കും അന്നദാനം ചെയ്യാം, മക്കൾ ഒരുമിച്ച് കൂട്ടാം, മിഠായി കൊടുക്കാം, കുടുംബക്കാരെ വിളിച്ചോണുത്താം, ഇന്നൊരു പ്രത്യേക ഖുർആൻ ക്ലാസ് എന്ന് നബി പഠിപ്പിച്ചോ? നബി പഠിപ്പിച്ച് നിങ്ങൾ സോളെ വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചിരുന്ന സഹാബ, വലത്തെ കൈകൾ കൊണ്ട് അതുവരെ ഭക്ഷണം കഴിക്കാത്ത സഹാബാക്കൾ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എപ്പോഴറിയോ? നബിന്റെ ഒരൊറ്റ കൗല് വന്നപ്പം. അതുവരെ കഴുത്തുവരെ വസ്ത്രം ധരിച്ച സഹോദരിമാർ മാതം മറക്കാൻ തുടങ്ങി. എപ്പോഴറിയോ? ഒരൊറ്റ ആയത്ത് കേട്ടപ്പം. വിശദീകരണം കൂടി കേട്ടില്ല, ഒറ്റ ആയത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ ജീവിതത്തിലെ 23 കൊല്ലത്തിനിടയിൽ ഒരൊറ്റ തവണ, 22 പോട്ടെ, ഒരു തവണ റബീഉൽ അവ്വൽ അങ്ങനെ ഒരു ആഘോഷത്തിന്റെ ഒരു ഭാഗം നടത്തിയിരുന്നെങ്കിൽ സഹാബാക്കൾ അതിന്റെ 10 ഇരട്ടി ആഘോഷിക്കുമായിരുന്നു. കഴിഞ്ഞില്ല സഹോദരങ്ങളെ, കഴിഞ്ഞില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞൊരു വാചകം എന്താണ്? നിങ്ങൾ എനിക്ക് ശേഷം വരുന്ന തലമുറയാണ്, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ നമ്മളോടുള്ള തെളിവുപിടിക്കലാണ്. യുവാക്കളെ, പെൺകുട്ടികളെ, നല്ലവരായ സഹോദരങ്ങളെ, നമ്മളോട് അള്ളാഹുവിന്റെ പ്രവാചകൻ നോക്കാൻ വേണ്ടി പറഞ്ഞെന്നറിയോ? അലൈക്കും ബിസുന്നത്തി, ഞാൻ ചെയ്തിട്ടുണ്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ അനുവദിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിലോ വസുന്നത്തു ഖുലഫാഉർ റാഷിദീൻ മഹ്ദിയീൻ, 4 ഖുലഫാഉർ റാഷിദീങ്ങൾ ഉണ്ടല്ലോ, അവർ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മതി, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. നബിന്റെ വാക്കാണ്. ഖുലഫാഉർ റാഷിദീങ്ങൾ 4 ആളില്ലേ? 2 പേർ പ്രവാചകന്റെ മരുമക്കളാണ്, 2 പേർ പ്രവാചകന്റെ അമ്മോശങ്കാക്കാരാണ്. റബീഉൽ അവ്വൽ 12ന്റെ സമയത്ത് ബാക്കി നാട്ടാരൊന്നും വിളിക്കണ്ട, ഇവർ കുടുംബക്കാരാണല്ലോ. 4 ഖുലഫാഉർ റാഷിദീങ്ങൾ 29 കൊല്ലം ഭരിച്ച, 29 കൊല്ലം. 2.5 കൊല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 10 കൊല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, 15 കൊല്ലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, 12 കൊല്ലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, 5 കൊല്ലം അലി റളിയല്ലാഹു അൻഹു. അവര് കൂടിയിട്ട് ഏതെങ്കിലും റബീഉൽ അവ്വൽ നമ്മളെ അമ്മോശങ്കാക്കിയാണല്ലോ, നമ്മളെപ്പയാണല്ലോ. നമുക്കൊന്ന് നമ്മളെ കുടുംബക്കാരെ, നമ്മളെ പേരെ കുട്ടികളെ കൂട്ടിയിട്ട് ഒരു ബൈത്ത് ചൊല്ലാം, ഒരു കുടുംബ സംഗമം നടത്താം, ഒരു മിഠായി വിതരണം ചെയ്യാം, ഒരു തക്ബീർ ചൊല്ലാം എന്നവർ തീരുമാനിച്ചതോ ചെയ്തതോ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു ഹറക്കത്ത് കിട്ടൂല കൂട്ടരെ, ഒരു ഹറക്കത്ത്. എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സാക്ഷി, ഇതൊരു സുന്നി മുജാഹിദ് തർക്കല്ല, ദീനുമായി ബന്ധപ്പെട്ടതാണ്. എന്തുകൊണ്ട് ഇത് ചെയ്തില്ല? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷക്കണക്കിന് ഹദീസിലെ സോങ്ങളെ അതിലെന്തുണ്ടറിയോ? ഹെഡിങ്ങാളാ പറയണ്ടോ? ബാബു ഫദ്ലി യൗമുൽ ജുമുഅ, ജുമുഅയുടെ പ്രത്യേകതകൾ, പെരുന്നാളിന്റെ പ്രത്യേകതകൾ, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന്റെ പ്രത്യേകതകൾ, ഗ്രഹണ നിസ്കാരത്തിന്റെ പ്രത്യേകതകൾ, ഓരോന്നുണ്ട്. ബാബു ഫദ്ലു ഫാത്തിമ റളിയല്ലാഹുവിന്റെ പ്രത്യേകതകൾ, ആയിഷ ബീവിയുടെ പ്രത്യേകതകൾ. ഹദീസിന്റെ ഒരൊറ്റ ഗ്രന്ഥത്തിൽ ബാബു ഫദ്ലു മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ ജന്മദിനത്തിന്റെ ശ്രേഷ്ഠതകൾ, പ്രത്യേകതകൾ, ഒരൊറ്റ അധ്യായം ലോക ചരിത്രത്തിന്റെ ഒരൊറ്റ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ ഇല്ലാതായി പോയത് എന്തുകൊണ്ടാണ്? മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഈ വാചകം അവസാനിപ്പിക്കണം എങ്ങനെ സുഹൃത്തുക്കളെ? ഇതൊക്കെ നമ്മളെ സാധാരണക്കാരായ മനുഷ്യന്മാര് എന്ത് പറഞ്ഞിട്ടാ ചെയ്യണം? അവരോട് എന്ത് പറഞ്ഞിട്ടാണ്? സ്വർഗം കിട്ടാനെന്നല്ലേ? എങ്കിൽ ബുദ്ധിയുള്ള ഒരു നന്മ ഉദ്ദേശിക്കുന്ന ഒരാൾ 10 ആളെ പ്രവാചകൻ എണ്ണിയില്ലേ? അശറത്തുൽ മുബശ്ശിരീൻ, 10 ആൾക്കാരെ.
അവര് സ്വർഗത്തിലാന്ന് ഉറപ്പിച്ചു പറഞ്ഞില്ലേ? ത്വൽഹാ റളിയല്ലാഹുവിനെ പോലെ, സുബൈർ റളിയല്ലാഹുവിനെ പോലെ, അബൂ ഉബൈദുൽ ജറാഹ് റളിയല്ലാഹുവിനെ പോലെ 10 ആൾക്കാരെണ്ണില്ലേ? ആ 10 ആളുകളിൽ ഒരാളെങ്കിലും 10 ഒരാളെങ്കിലും ഇല്ല. നമ്മുടെ നാട്ടിലെ ഷാഫി മദ്ഹബുകാരല്ലേ? ഷാഫി ഇമാം, ഹനഫി ഇമാം, ഹംബലി ഇമാം, മാലിക് ഇമാം അവർ ചെയ്തിട്ടില്ല എന്ന് പോട്ടെ, അവിടെ ഏതെങ്കിലും ഒരു ഗ്രന്ഥങ്ങളിൽ നിങ്ങൾ അങ്ങാടിയുള്ള സുഹൃത്തുക്കളോട്, നല്ലവരായ ഉസ്താദുമാരോട്, പണ്ഡിതന്മാരോട് ചോദിക്കും, നമ്മുടെ നാട്ടിലെ ഷാഫി മദ്ഹബിന്റെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഒരു പരാമർശം പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കി, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്ലാമിക ഇസ്ലാമിക ഹദീസ് ഗ്രന്ഥങ്ങളിൽ അസ്ഹിഹാഹു സിത്ത 6 പ്രധാനപ്പെട്ട സ്വഹീഹായ ഹദീസ് കിതാബാണ്. ബുഖാരി, മുസ്ലിം, തിർമിദി, ഇബ്നു മാജ, നസായി, അബൂദാവൂദ് 6 എണ്ണാണ്. ഒരൊറ്റ ഹദീസിന്റെ ഗ്രന്ഥത്തിലും ഇതിലില്ല. ഒന്ന് മനസ്സിലൊന്ന് എണ്ണി നോക്കി. അല്ലാഹ് പറഞ്ഞില്ല, പ്രവാചകൻ ചെയ്തില്ല, പ്രവാചകൻ കൽപ്പിച്ചില്ല, ഖുലഫാഉർ റാഷിദീങ്ങൾക്കറിയില്ല, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകൾ ചെയ്തിട്ടില്ല, നബിയുടെ ഭാര്യമാർ ചെയ്തില്ല. ഇസ്ലാമികമായ പരിശുദ്ധ ഖുർആനിലെ 47-ാമത്തെ അധ്യായത്തിന്റെ പേരെന്താ അറിയോ? സൂറത്ത് മുഹമ്മദ്. മുഹമ്മദ് നബിയെ പറ്റി ഒരു അധ്യായമുണ്ട്. അവിടെയെങ്കിലും മുഹമ്മദ് നബിയെ പറ്റി ഒരു അധ്യായത്തിലെങ്കിലും 38 ആയത്തിൽ ഒരിക്കലെങ്കിലും പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം സഹോദരങ്ങളെ വേണ്ട. അവിടെയുള്ള സഹാബാക്കൾ ഈ ആയത്ത് കേട്ടിട്ട് ഒരു കാരക്കയെ 4 ചീളാക്കി അതൊരു ചീലെടുത്തിട്ട് അവനാന്റെ കുട്ടിയുടെ നാവിൻ തുമ്പത്ത് വെച്ച് ഇന്ന് നബി ജനിച്ച ദിവസാട്ടോ എന്നൊരു തെളിവുണ്ടെങ്കിൽ നമ്മുടെ പള്ളി അലങ്കരിക്കാം, ദഫ്മുട്ട് നടത്താം, പായസം കൊടുക്കാം. ഇല്ലാത്തടത്തോളം കാലം നമ്മൾക്ക് ചെയ്യാൻ ഇസ്ലാമിൽ വകുപ്പില്ല. എന്തുകൊണ്ടാണ് സോങ്ങളെ? എന്തുകൊണ്ടറിയോ? ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ അറിയണം, അസ്ലുൽ മൗലിദ് ബിദ്അ. പ്രവാചകന്റെ ജന്മദിനത്തിന്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്. വാക്ക് മറക്കരുത് കേട്ടോ, ബിദ്അത്താണ്. ലം തുൻഖൽ അൻ അഹദിൻ മിന സലഫ് സ്വാലിഹ് മിൻ ഖുറൂനി സലാസ. ആദ്യത്തെ 3 തലമുറ ഉണ്ടല്ലോ, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂന. ഏറ്റവും നല്ല സമുദായം എന്റെ സമുദായമാണ്, പിന്നീട് അതിന് ശേഷം എന്ന് പറഞ്ഞ 3 സമുദായമല്ലേ? ആ 3 തലമുറകളിൽ ഒരാൾ പോലും ഇത് ചെയ്തില്ല. അതുകൊണ്ട് ഇത് ബിദ്അത്താണ്. ബിദ്അത്ത് വന്നാൽ ഇസ്ലാമിന്റെ ഹുക്കം എന്താ? വേണമെങ്കിൽ സഹകരിക്കാണോ? ആണോ സഹോദരങ്ങളെ? ഓരോ ഖുത്ബയുടെ മുമ്പിലും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പ്രവാചകന്മാർ ഖത്തീബ്മാരോട് പറയാൻ വേണ്ടി പറഞ്ഞ വാക്കെന്താണ്? കുല്ലു മുഹദസത്തിൻ ബിദ്അ. മതത്തിൽ അല്ലാഹും റസൂലും പഠിപ്പിക്കാത്ത, സഹാബാക്കൾ ചെയ്യാത്ത ഒരു ആഘോഷം, ഒരു ആചാരം, ഒരു നോമ്പ്, ഒരു ദിക്ർ മതത്തിൽ പുതിയതായി കൊണ്ടുവന്നാൽ കുല്ലു മുഹദസത്തിൻ ബിദ്അ, അത് മുഴുവൻ ബിദ്അത്താണ്, പുത്തനാചാരമാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, അത് മുഴുവൻ വഴികേടാണ്. സ്വർഗത്തിന്റെ വഴി എന്നല്ല പറയണത്, അല്ല. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, അത് മുഴുവൻ നരകത്തിലേക്ക് എത്തുന്നതാണ്, നരകത്തിലേക്ക് എത്തുന്ന അമലാണ്. കുട്ടിയെ കൊണ്ട് ദഫ് മുട്ടിക്കുന്നത് നരകത്തിലേക്ക് എത്തിക്കുന്നതാണ്. വെല്ലിമ്മാന്റെ നിർബന്ധത്തിനാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്, നരകത്തിലേക്ക് എത്തിക്കുന്നതാണ്. എന്റെ കുട്ടിയെ ഞാൻ ചേർത്തത് ആ മദ്രസയാണ്, അതുകൊണ്ട് അവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ്, നരകത്തിന്റെ വഴിയാണ്. എന്റെ ഭാര്യയുടെ കുടുംബക്കാർ ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം നടക്കുന്ന റബീഉൽ അവ്വലിന്റെ ആഘോഷമാണ്, ഭക്ഷണത്തിന് ക്ഷണിച്ചതാണ്, നരകത്തിന്റെ വഴിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മിമ്പറിൽ നിന്ന് ഓരോ ഖുത്ബക്ക് ശേഷവും പറയാൻ വേണ്ടി പറഞ്ഞത് അത് മാത്രമാണ്. കുല്ലു മുഹദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, അത് നരകത്തിലെത്തും എന്ന കാര്യത്തിൽ സംശയമില്ലാത്തതാണ്. സഹോദരങ്ങളെ, മാറി നിൽക്കുക, സ്നേഹത്തോടെ പറയാ. സഹാബാക്കൾ നബിനെ സ്നേഹിച്ചതിനേക്കാൾ മുകളിൽ ഒരാൾ സ്നേഹിച്ചു എന്നതുപോലും തെറ്റായ വാക്കാണ്. എങ്കിൽ ആ സഹാബാക്കളുടെ കൂടെ പ്രവാചകനെ കണ്ട്, അള്ളാഹുവിനെ കണ്ട് സ്വർഗത്തിലേക്ക് എത്താൻ നബിയെ സ്നേഹിക്കുക, സ്വലാത്ത് ചൊല്ലുക, പ്രവാചകന്റെ ജീവിതം അതുപോലെ അനുധാവനം ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട എന്ത് കാരണം പറയുമ്പോഴും ഈ 2 ഹദീസ് ഓർമ്മ വരണം. അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ. എന്ത് കാരണം? ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? കൊണ്ടെന്നാൽ എന്താ കാട്ടേണ്ടത്? കുട്ടി ആ മദ്രസയിലാണ്, മുട്ടായി നിന്നെ കുഴപ്പമില്ലല്ലോ,
പിന്നെ അന്ന് പ്രവാചകനെ പറ്റി പ്രകീർത്തനം നടത്തുന്നതിന് തെറ്റില്ലല്ലോ എന്ത് നമ്മൾ പറയുമ്പോഴും ഈ ഹദീസ്, ഈ വാചകം, ഇമാം മാലിക് റഹ്മത്തുള്ളാഹിന്റെ ഈ വാചകം ആലയിക്കാം. മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ. ശരിക്ക് ഞാൻ പ്രത്യേകിച്ച് പുതിയ വളരുന്ന മക്കൾക്ക് അത് ഭക്ഷണല്ലേ, സ്വാദൊക്കെ കൊടുക്കണല്ലേ, അതിനിപ്പോ എന്തിനാ നമ്മൾ എന്നൊരു മൈൻഡ് പടച്ചു വിടുന്നുണ്ട്. ദീനുമായിട്ട് ഇനി ബന്ധമല്ല. അതുകൊണ്ടാ പറയണത് മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാം ബിദ്അ. ഒരാള് മതത്തിൽ പുതിയൊരു ആഘോഷം, ആചാരം കൊണ്ടുവന്നു. എങ്ങനെ യറാഹ ഹസന, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നന്മ മാത്രം. കുട്ടിയാക്ക് നബിനോട് സ്നേഹം കൂടും, അന്ന് അമുസ്ലിം സഹോദരങ്ങളെ വിളിച്ചാണ് നബിനെ പറ്റി പറഞ്ഞു കൊടുക്കുക, അന്ന് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, അന്ന് യത്തീംഖാനയ്ക്ക് പിരിവെടുക്കുക, അങ്ങനെ നന്മ മാത്രം ഉദ്ദേശിക്കണേ. പക്ഷെ ഈ കാര്യം അല്ലാഹു റസൂൽ പഠിപ്പിച്ചതല്ല എങ്കിൽ ഫഖദ് സഅഇമ, യഥാർത്ഥത്തിൽ അവൻ വാദിക്കുന്നത് എന്താ വാദിക്കണറിയോ? അന്ന മുഹമ്മദൻ ഖാന റിസാലത്ത്, പ്രവാചകൻ തന്റെ ദൗത്യ നിർവഹണത്തിൽ വഞ്ചന കാണിച്ച് മരിച്ചുപോയ ആളാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. നമ്മളെ വാചകം എങ്ങനെയാ നെഞ്ചിലേക്ക് ഒരു വിശ്വാസി എടുക്കാൻ. നബിയെ ഇത്ര നല്ലൊരു പുണ്യപ്രവർത്തനം ഉണ്ടായിട്ട് അത് അല്ല പറഞ്ഞു തന്നിട്ട് നബി നമ്മളെ പഠിപ്പിക്കാതെ നബി ആ കാര്യം മറച്ചു വെച്ച് കള്ളത്തരം കാട്ടി മരിച്ചുപോയി എന്ന് വിശ്വസിക്കുന്നവൻ അങ്ങനെ ചെയ്യുള്ളൂ. നമ്മളെ കുട്ടീനെ കൊണ്ട് ദഫിങ്ങനെ മുട്ടിക്കുമ്പോ മോളില് മുത്തുനബിയുടെ ജന്മദിനാശംസകൾ നേടൂലേ, അതിന്റെ മോളിൽ എന്തായാലും അറിയോ? നബി കള്ളനാണ്. മലക്കാള് പടച്ചോൻ പറയാൻ നിങ്ങളുടെ മനസ്സിന്റെ നീയത്ത് എന്തുമായിക്കോട്ടെ, പക്ഷെ ഞാൻ എഴുതി വെക്കുക പ്രവാചകൻ വഞ്ചന കാണിച്ച് മരിച്ചുപോയ ആളാണ് എന്ന് പ്രഖ്യാപിക്കുന്നവനല്ലാതെ മതത്തിൽ പുതിയൊരാഘോഷത്തിന് ദഫ് മുട്ടാൻ പോകൂല, ഭക്ഷണം കഴിക്കാൻ പോകൂല, മിഠായി വിതരണം നടത്താൻ പോകൂല, അതിന് പാനീയം കൊടുക്കാൻ പോകൂല, അതിന് സിന്ദാബാദ് വിളിക്കാൻ പോകൂല. പ്രശ്നമില്ല എന്ന് പറയാൻ നമ്മൾ മുന്നോട്ട് പോകൂല. ഇതെന്തിനാ പറഞ്ഞറിയോ? നമുക്കിത് മനസ്സിലാകണം. പ്രവാചകൻ ഇത് പഠിപ്പിക്കാതെ വഞ്ചന കാണിച്ച് റിസാലത്ത് മുഴുവൻ പഠിപ്പിക്കാതെയാണ് മരിച്ചുപോയത്. നമ്മളെ വഞ്ചിച്ചിട്ടാണ് പടച്ചോൻ പറഞ്ഞ കാര്യം നിർവഹിക്കാതെയാണ് മരിച്ചുപോയത് എന്ന് ഉൾക്കൊള്ളാൻ പറ്റണോല് ഭാര്യന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോക, വെല്ലിമ്മ വിളിച്ചാ പോക, നാട്ടുകാർ വിളിച്ചാ പോക, കൂട്ടുകാർ വിളിച്ചാ പോക. അവിടെ ഒച്ചുണ്ടാക്കണ്ട, മാന്യമായിട്ട് സ്നേഹത്തോടെ പറഞ്ഞാ മതി. മാന്യമായി സ്നേഹത്തോടെ പറയാ, എടാ അത് ഇന്ന കാരണം കൊണ്ടാട്ടോ പറ്റാത്തത്, എടാ നീ ഒന്ന് പഠിച്ചാ മതി, ഒന്ന് ശ്രമിച്ചാ മതി, നിനക്കും മനസ്സിലാകും. എല്ലാവർക്കും അറിയില്ലേ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലേക്ക് എത്തുന്നു പറഞ്ഞിട്ടല്ലേ സൗങ്ങളെ പാവപ്പെട്ട നമ്മുടെ അമ്മമാരെ കൊണ്ടും കുട്ടികളെ കൊണ്ടും ബാപ്പാരെ കൊണ്ടും ആശുപത്രി കിടക്കുന്ന 89 വയസ്സുള്ള ബല്യാപ്പാന വരെ ഇതിന്റെ ഭാഗാക്കൂലേ? പ്രവാചകന്റെ വാക്കെന്താണ്? നാളെ പരലോകത്ത് ഹൗദുൽ കൗസറിലെ വെള്ളം കൊടുക്കാൻ പടച്ചോനിനെ ഏൽപ്പിക്കും, ഞാൻ വിശ്വാസികൾക്ക് അത് കൊടുക്കും. അപ്പോൾ ഇതാ എന്റെ സമുദായം, മനസ്സെന്ന് പോരട്ടോ, എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം കൂട്ടം കൂട്ടമായി വരും. അവർക്ക് ഞാൻ ഹൗദുൽ കൗസറിലെ വെള്ളം കൊടുക്കാൻ വേണ്ടി താല്പര്യത്തോടെ മുന്നോട്ട് വരുമ്പം അല്ല പറയും അവർക്ക് കൊടുക്കരുത്. നബി പറയാൻ ഞാൻ പടച്ചോണ്ട് തർക്കിക്കും, പടച്ചോനെ അവരെന്റെ സമുദായമല്ലേ, അവരെന്നെ ഇഷ്ടപ്പെട്ടു വന്നതല്ലേ, അവർക്ക് ഞാൻ ഹൗദുൽ കൗസറിലെ വെള്ളം കൊടുക്കണ്ടേ? അള്ളാന്റെ വാക്കെന്തറിയോ? പ്രവാചകരെ താങ്കൾക്കറിയില്ല, താങ്കളുടെ മരണശേഷം അവർ മതത്തിൽ പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നല്ലതാണെന്ന ഉദ്ദേശത്തിൽ ഉണ്ടാക്കി ആചരിച്ചവരും ആഘോഷിച്ചവരുമാണ്. പ്രവാചകന്റെ വാക്കെന്തറിയോ? സുഹക്കൻ, ഇറങ്ങിപ്പോടാ ഇവിടുന്ന്, ഓടിപ്പോകടാ ഇവിടുന്ന്, ആട്ടിപ്പറഞ്ഞേക്കാൻ നബി. ആരെ? ലിമൻ ബദ്ദല ബഅദി, ഞാൻ പഠിപ്പിച്ച ദീനിൽ എന്റെ മരണശേഷം പുതിയതായി മാറ്റങ്ങൾ കൊണ്ടുവന്നവരെ ഹൗദുൽ കൗസറിലെ വെള്ളം നിങ്ങൾക്കില്ല, എന്റെ സ്നേഹം നിങ്ങൾക്കില്ല, പടച്ചവന്റെ പക്കലുള്ള സ്വർഗം നിങ്ങൾക്കില്ല. നിങ്ങൾ നരകവാസികളായി പോകേണ്ടി വരും എന്ന് പ്രവാചകന്റെ ആ വാക്ക് ഹൃദയത്തിൽ ഉണ്ടാവുക. യുവാക്കളെ, മക്കളെ, അള്ളയും റസൂലും പറഞ്ഞെടുത്ത് നിൽക്കുക. അല്ലാത്ത ഹറാമുകളിൽ നിന്ന്, ബിദ്അത്തുകളിൽ നിന്ന്, കുഫറിൽ നിന്ന്, തെറ്റായ ചിന്തകളിൽ നിന്ന് നമ്മളും നമ്മുടെ കുടുംബവും മാറി നിൽക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും
അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമോഹിതകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, തെറ്റായ ആശയങ്ങളിൽ നിന്നും, തെറ്റായ ആചാരങ്ങളിൽ നിന്നും, അനുഷ്ഠാനങ്ങളിൽ നിന്നും, ആഘോഷങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനും പ്രവാചകനെ ജീവനക്കാധികം സ്നേഹിക്കാനും സ്വർഗത്തിന് വേണ്ടി ജീവിക്കാനും കഴിയുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാഥ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ ഹലാലായ മാർഗത്തിലുള്ള വർധനവും അതിൽ ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഗൾഫ് നാടുകളിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ജീവിതത്തിൽ വന്ന മുഴുവൻ അബദ്ധങ്ങളും പോരായ്മകളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും മുഅ്മിനായി മുത്തഖിയായി മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ മിനൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ.